എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം: മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2024 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹയായത്? മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2024 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹയായത്? ആൻസർ: ശാരദ. ശാരദയ്ക്കാണ് 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. 18ാമത് വൈക്കം മുഹമ്മദ് ബഷീർ പുരസ്കാരം നേടിയത് ആരാണ്? 18ാമത് വൈക്കം മുഹമ്മദ് ബഷീർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ: എസ് ഹരീഷ്. എസ് ഹരീഷിനാണ് 18ാമത് വൈക്കം മുഹമ്മദ് ബഷീർ പുരസ്കാരം ലഭിച്ചത്. നോവൽ പട്ടുനൂൽപ്പുഴു. എസ് ഹരീഷിൻ്റെ പട്ടുനൂൽപ്പുഴു എന്ന നോവലിനാണ് 18ാമത് വൈക്കം മുഹമ്മദ് ബഷീർ പുരസ്കാരം ലഭിച്ചത്. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? ആൻസർ: ജസ്റ്റിസ് സൗമൻ സെൻ. ജസ്റ്റിസ് സൗമൻ സെൻ ആണ് കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ്. നടൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥമുള്ള പുരസ്കാരത്തിന് മരണാനന്തര ബഹുമതിയായി അർഹനായത്? നടൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥമുള്ള പുരസ്കാരത്തിന് മരണാനന്തര ബഹുമതിയായി അർഹനായത്? ആൻസർ: ശ്രീനിവാസൻ. ശ്രീനിവാസനാണ് നടൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥമുള്ള പുരസ്കാരത്തിന് മരണാനന്തര ബഹുമതിയായി അർഹനായത്. കോമൺവെൽത്ത് സ്പീക്കർമാരുടെ 28ാമത് സമ്മേളന വേദി. കോമൺവെൽത്ത് സ്പീക്കർമാരുടെ 28ാമത് സമ്മേളന വേദി. ആൻസർ: ഡൽഹി. ഡൽഹിയാണ് കോമൺവെൽത്ത് സ്പീക്കർമാരുടെ 28ാമത് സമ്മേളന വേദി. 29ാമത് കോമൺവെൽത്ത് സ്പീക്കർമാരുടെ സമ്മേളന വേദിയാണ് ലണ്ടൻ. 29ാമത് വേദി ലണ്ടൻ. 78ാമത് കരസേന ദിനാഘോഷ വേദി. 78ാമത് കരസേന ദിനാഘോഷ വേദി എവിടെയാണ്? ആൻസർ: ജയ്പൂർ, രാജസ്ഥാൻ. കുടുംബശ്രീയുടെ കാർഷിക ഭക്ഷ്യവിഭവങ്ങൾ ആഗോള വിപണിയിൽ എത്തിക്കുന്ന പുതിയ ബ്രാൻഡ്. കുടുംബശ്രീയുടെ കാർഷിക ഭക്ഷ്യ വിഭവങ്ങൾ ആഗോള വിപണിയിൽ എത്തിക്കുന്ന പുതിയ ബ്രാൻഡ്. ആൻസർ: കെ ഇനം. കെ ഇനമാണ് കുടുംബശ്രീയുടെ കാർഷിക ഭക്ഷ്യ വിഭവങ്ങൾ ആഗോള വിപണിയിൽ എത്തിക്കുന്ന പുതിയ ബ്രാൻഡ്. കിടപ്പു രോഗികൾക്ക് പരിചരണം നൽകുന്ന കുടുംബശ്രീ മിഷന്റെ പദ്ധതി. കിടപ്പു രോഗികൾക്ക് പരിചരണം നൽകുന്ന കുടുംബശ്രീ മിഷന്റെ പദ്ധതി ഏതാണ്? ആൻസർ: സാന്ത്വന മിത്ര. സാന്ത്വന മിത്രയാണ് കിടപ്പു രോഗികൾക്ക് പരിചരണം നൽകുന്ന കുടുംബശ്രീ മിഷന്റെ പദ്ധതി. മെഡിക്കൽ കോളേജുകളിൽ എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും താമസ സൗകര്യം ഒരുക്കുന്ന പദ്ധതി ഏതാണ്? മെഡിക്കൽ കോളേജുകളിൽ എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും താമസ സൗകര്യം ഒരുക്കുന്ന പദ്ധതി ഏതാണ്? ആൻസർ: ആശ്വാസ വാടക വീട്. ആശ്വാസ വാടക വീടാണ് മെഡിക്കൽ കോളേജുകളിൽ എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും താമസ സൗകര്യം ഒരുക്കുന്ന പദ്ധതി. ഏത് സംസ്ഥാനത്താണ് സ്വന്തമായി ബാക്ടീരിയയെ പ്രഖ്യാപിക്കുന്നത്? ഏത് സംസ്ഥാനമാണ് സ്വന്തമായി ബാക്ടീരിയയെ പ്രഖ്യാപിക്കുന്നത്? ആൻസർ: കേരളം. കേരളമാണ് സ്വന്തമായി ബാക്ടീരിയയെ പ്രഖ്യാപിക്കുന്ന സംസ്ഥാനം. ബാസില്ലസ് കേരളൻസീസ് എന്നാണ് ബാക്ടീരിയയുടെ പേര്. ബാസില്ലസ് കേരളൻസീസ് എന്നാണ് ബാക്ടീരിയയുടെ പേര്. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആരോഗ്യത്തിനു പുറമെ കൃഷിയിലും വ്യവസായത്തിലുമൊക്കെ സൂക്ഷ്മാണുക്കൾ വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയാണ് കേരളത്തിൻ്റെ സ്വന്തം ബാക്ടീരിയ പ്രഖ്യാപിക്കുക വഴിയുള്ള ലക്ഷ്യം.
KSEBിയിലെ അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ സംസ്ഥാനതല റെയ്ഡ്. KSEBിയിലെ അഴിമതിയും ക്രമക്കേടും കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ സംസ്ഥാനതല റെയ്ഡ്. ആൻസർ ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട്. ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ടാണ് KSEBിയിലെ അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ സംസ്ഥാനതല റെയ്ഡ്. കയറ്റുമതിക്കായി സംസ്ഥാനങ്ങൾ എത്രത്തോളം സജ്ജമാണെന്നത് സംബന്ധിച്ച് നീതി ആയോഗ് തയ്യാറാക്കിയ സൂചികയിൽ കേരളത്തിൻ്റെ സ്ഥാനം. കയറ്റുമതിക്കായി സംസ്ഥാനങ്ങൾ എത്രത്തോളം സജ്ജമാണെന്നത് സംബന്ധിച്ച് നീതി ആയോഗ് തയ്യാറാക്കിയ സൂചികയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രാമതാണ്? ആൻസർ 11. 11ാം സ്ഥാനമാണ്. കയറ്റുമതിക്കായി സംസ്ഥാനങ്ങൾ എത്രത്തോളം സജ്ജമാണെന്നത് സംബന്ധിച്ച് നീതി ആയോഗ് തയ്യാറാക്കിയ സൂചികയിൽ കേരളത്തിൻ്റെ സ്ഥാനം. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് അംഗീകൃതമായ മൃഗ ഇനങ്ങൾക്കായുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിൻ്റെ തനത് താറാവിനം. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് അംഗീകൃതമായ മൃഗ ഇനങ്ങൾക്കുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിൻ്റെ തനത് താറാവിനം. ആൻസർ കുട്ടനാടൻ താറാവ്. കുട്ടനാടൻ താറാവിനാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് അംഗീകൃതമായ മൃഗ ഇനങ്ങൾക്കുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിൻ്റെ തനത് താറാവിനം. ആസ്പെയർ വിഭാഗത്തിലുള്ള സ്റ്റാർട്ടപ്പ് ഇന്ത്യ പുരസ്കാരം ലഭിച്ച മലയാളി സ്റ്റാർട്ടപ്പ്. ആസ്പെയർ വിഭാഗത്തിലുള്ള സ്റ്റാർട്ടപ്പ് ഇന്ത്യ പുരസ്കാരം ലഭിച്ച മലയാളി സ്റ്റാർട്ടപ്പ്. ആൻസർ ഫ്യൂസലേജ് ഇന്നൊവേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്. ഫ്യൂസലേജ് ഇന്നൊവേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിനാണ് ആസ്പെയർ വിഭാഗത്തിലുള്ള സ്റ്റാർട്ടപ്പ് ഇന്ത്യ പുരസ്കാരം ലഭിച്ച മലയാളി സ്റ്റാർട്ടപ്പ്. ചബഹാർ തുറമുഖം സ്ഥിതി ചെയ്യുന്ന രാജ്യം. ചബഹാർ തുറമുഖം സ്ഥിതി ചെയ്യുന്ന രാജ്യം. ആൻസർ ഇറാൻ. ഇറാനിലാണ് ചബഹാർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. 2026 ജനുവരിയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച 3ാം തലമുറ പോർട്ടബിൾ ടാങ്ക് വേദ മിസൈൽ പരീക്ഷിച്ച രാജ്യം. 2026 ജനുവരിയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച 3ാം തലമുറ പോർട്ടബിൾ ടാങ്ക് വേദ മിസൈൽ പരീക്ഷിച്ച രാജ്യം ഏതാണ്? ആൻസർ ഇന്ത്യ. ഇന്ത്യയാണ് 2026 ജനുവരിയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച 3ാം തലമുറ പോർട്ടബിൾ ടാങ്ക് വേദ മിസൈൽ പരീക്ഷിച്ചത്. നാസയുടെ 67 വർഷത്തെ ചരിത്രത്തിലെ ആദ്യ മെഡിക്കൽ ഒഴിപ്പിക്കൽ ദൗത്യം. നാസയുടെ 67 വർഷത്തെ ചരിത്രത്തിലെ ആദ്യ മെഡിക്കൽ ഒഴിപ്പിക്കൽ ദൗത്യം. ആൻസർ ക്രൂ 11 ദൗത്യം. ക്രൂ 11 ദൗത്യമാണ് നാസയുടെ 67 വർഷത്തെ ചരിത്രത്തിലെ ആദ്യ മെഡിക്കൽ ഒഴിപ്പിക്കൽ ദൗത്യം. ആർട്ടമിസ് 2 ചന്ദ്ര ദൗത്യം നടത്തുന്ന രാജ്യം. ആർട്ടമിസ് 2 ചന്ദ്ര ദൗത്യം നടത്തുന്ന രാജ്യം ഏതാണ്? അമേരിക്ക. അമേരിക്കയാണ് ആർട്ടമിസ് 2 ചന്ദ്ര ദൗത്യം നടത്തുന്ന രാജ്യം. വ്യോമസേനയ്ക്കായി പരിഷ്കരിച്ച 114 റഫേൽ F4 സ്റ്റാർ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ ഏത് രാജ്യവുമായാണ് ധാരണയിലെത്തിയത്? വ്യോമസേനയ്ക്കായി പരിഷ്കരിച്ച 114 റഫേൽ F4 സ്റ്റാർ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ ഏത് രാജ്യവുമായാണ് ധാരണയിലെത്തിയത്? ആൻസർ ഫ്രാൻസ്. ഫ്രാൻസുമായാണ് വ്യോമസേനയ്ക്കായി പരിഷ്കരിച്ച 114 റഫേൽ F4 സ്റ്റാർ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ ധാരണയിലെത്തിയത്. ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പോത്ത്. ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പോത്ത് ഏതാണ്? ആൻസർ രാധ. രാധയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പോത്ത്. അനാഥരായി സർക്കാർ ചിൽഡ്രൻസ് ഹോമുകളിൽ കഴിയുന്ന കുട്ടികൾക്ക് അവധിക്കാല വാസമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി. അനാഥരായി സർക്കാർ ചിൽഡ്രൻസ് ഹോമുകളിൽ കഴിയുന്ന കുട്ടികൾക്ക് അവധിക്കാല വാസമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി. ആൻസർ ഫോസ്റ്റർ കെയർ. ഫോസ്റ്റർ കെയർ ആണ് അനാഥരായി സർക്കാർ ചിൽഡ്രൻസ് ഹോമുകളിൽ കഴിയുന്ന കുട്ടികൾക്ക് അവധിക്കാല വാസമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി. ആലുവ സർവമത സമ്മേളന ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി
ഫെബ്രുവരി 20 ശിവഗിരി മഠത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ലോക മത പാർലമെൻറ്റ് സംഘടിപ്പിക്കുന്നത് എവിടെയാണ്? ആലുവ സർവമത സമ്മേളന ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഫെബ്രുവരി 20 ശിവഗിരി മഠത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ലോകമത പാർലമെൻറ്റ് സംഘടിപ്പിക്കുന്ന രാജ്യം? ആൻസർ റഷ്യ. റഷ്യയിലാണ് ഫെബ്രുവരി 20 ശിവഗിരി മഠത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ലോക മത പാർലമെൻറ്റ് സംഘടിപ്പിക്കുന്നത്. 2026 കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത്? 2026 കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത് എന്നാണ്? ആൻസർ 2026 ഫെബ്രുവരി 1. 2026 ഫെബ്രുവരി 1 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ലോക്സഭാ സ്പീക്കർ ഓം ബിർള. 2026 അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്നത്? 2026 അണ്ടർ-19 ക്രിക്കറ്റിന് ലോകകപ്പിന് വേദിയാവുന്നത് സിംബാബ്വെ, നമീബിയ. സിംബാബ്വെ, നമീബിയാണ് 2026 അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്നത്. നിർമ്മിത ബുദ്ധി ചാറ്റ് ബോട്ടായ ഗ്രോക്കിനെ നിരോധിക്കുന്ന ആദ്യ രാജ്യങ്ങൾ? നിർമ്മിത ബുദ്ധി ചാറ്റ് ബോട്ടായ ഗ്രോക്കിനെ നിരോധിക്കുന്ന ആദ്യ രാജ്യങ്ങൾ? ആൻസർ മലേഷ്യ, ഇന്തോനേഷ്യ. മലേഷ്യ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളാണ് നിർമ്മിത ബുദ്ധി ചാറ്റ് ബോട്ടായ ഗ്രോക്കിനെ നിരോധിക്കുന്നത്. ISROയുടെ പുതുവർഷത്തെ ആദ്യ വിക്ഷേപണം? ISROയുടെ പുതുവർഷത്തെ ആദ്യ വിക്ഷേപണം? ആൻസർ EOS N1. അന്വേഷയാണ് ISROയുടെ പുതുവർഷത്തെ ആദ്യ വിക്ഷേപണം. സ്ത്രീയെ അവളുടെ ഗർഭവുമായി മുന്നോട്ടു പോകാൻ നിർബന്ധിക്കുന്നത് സ്വന്തം ശരീരത്തിൻ്റെ കാര്യത്തിൽ അവൾക്കുള്ള സ്വയാധികാരത്തിൻ്റെ ലംഘനമാണെന്ന് പ്രസ്താവിച്ച ഹൈക്കോടതി. സ്ത്രീയെ അവളുടെ ഗർഭവുമായി മുന്നോട്ടു പോകാൻ നിർബന്ധിക്കുന്നത് സ്വന്തം ശരീരത്തിൻ്റെ കാര്യത്തിൽ അവൾക്കുള്ള സ്വയാധികാരത്തിൻ്റെ ലംഘനമാണെന്ന് പ്രസ്താവിച്ച ഹൈക്കോടതി. ആൻസർ ഡൽഹി ഹൈക്കോടതി. ഡൽഹി ഹൈക്കോടതിയാണ് സ്ത്രീയെ അവളുടെ ഗർഭവുമായി മുന്നോട്ടു പോകാൻ നിർബന്ധിക്കുന്നത് സ്വന്തം ശരീരത്തിൻ്റെ കാര്യത്തിൽ അവൾക്കുള്ള സ്വയാധികാരത്തിൻ്റെ ലംഘനമാണെന്ന് പ്രസ്താവിച്ച ഹൈക്കോടതി. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ഒരുക്കിയ ഇൻ്റർനെറ്റ് റേഡിയോ? സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ഒരുക്കിയ ഇൻ്റർനെറ്റ് റേഡിയോ? ആൻസർ റേഡിയോ നെല്ലിക്ക. റേഡിയോ നെല്ലിക്കയാണ് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ഒരുക്കിയ ഇൻ്റർനെറ്റ് റേഡിയോ. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ ബാലശാസ്ത്ര സാഹിത്യ വിഭാഗത്തിനുള്ള പുരസ്കാരം നേടിയത്? സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ ബാലശാസ്ത്ര സാഹിത്യ വിഭാഗത്തിനുള്ള പുരസ്കാരം നേടിയത് ആരാണ്? ആൻസർ പ്രദീപ് ഓർക്കാട്ടേരി. പ്രദീപ് ഓർക്കാട്ടേരിയാണ് സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ ബാലശാസ്ത്ര സാഹിത്യ വിഭാഗത്തിലുള്ള പുരസ്കാരം നേടിയത്. ദേശീയ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത്? ദേശീയ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത്? ആൻസർ ഇന്ത്യൻ റെയിൽവേസ്. ഇന്ത്യൻ റെയിൽവേസ് ആണ് ദേശീയ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത്. ഉപഗ്രഹങ്ങൾക്ക് ബഹിരാകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാനുള്ള നൂതന സാങ്കേതിക വിദ്യ വികസിപ്പിച്ച ചെന്നൈ ആസ്ഥാനമായുള്ള ബഹിരാകാശ സ്റ്റാർട്ടപ്പ്? ഉപഗ്രഹങ്ങൾക്ക് ബഹിരാകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാനുള്ള നൂതന സാങ്കേതിക വിദ്യ വികസിപ്പിച്ച ചെന്നൈ ആസ്ഥാനമായുള്ള ബഹിരാകാശ സ്റ്റാർട്ടപ്പ്? ആൻസർ ഓർബിറ്റ് 8 എയ്റോസ്പേസ്. ഓർബിറ്റ് 8 എയ്റോസ്പേസ് ആണ് ഉപഗ്രഹങ്ങൾക്ക് ബഹിരാകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാനുള്ള നൂതന സാങ്കേതിക വിദ്യ വികസിപ്പിച്ച ചെന്നൈ ആസ്ഥാനമായുള്ള ബഹിരാകാശ സ്റ്റാർട്ടപ്പ്. വനിതാ പ്രീമിയർ ലീഗ് നിയന്ത്രിക്കുന്ന ഏക മലയാളി? വനിതാ പ്രീമിയർ ലീഗ് നിയന്ത്രിക്കുന്ന ഏക മലയാളി? ആൻസർ ടോണി ഇമ്മട്ടി. ടോണി ഇമ്മട്ടിയാണ് വനിതാ പ്രീമിയർ ലീഗ് നിയന്ത്രിക്കുന്ന ഏക മലയാളി. ഭിന്നശേഷിക്കാർക്കായി മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിൻ്റെ നേതൃത്വത്തിൽ വീട് വെച്ച് നൽകുന്ന പദ്ധതി ഏതാണ്? ഭിന്നശേഷിക്കാർക്കായി മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിൻ്റെ നേതൃത്വത്തിൽ വീട് വെച്ച് നൽകുന്ന പദ്ധതി?
ആൻസർ മാജിക് ഹോം. മാജിക് ഹോമാണ്. ഭിന്നശേഷിക്കാർക്കായി മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിൻ്റെ നേതൃത്വത്തിൽ വീട് വെച്ച് നൽകുന്ന പദ്ധതി. ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ ജേതാക്കളായത്. ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ ജേതാക്കളായത്. ആൻസർ കേരളം. കേരളമാണ്. ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ ജേതാക്കളായത്. അശ്വമേധം ക്യാമ്പയിൻ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അശ്വമേധം ക്യാമ്പയിൻ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ കുഷ്ഠരോഗം. കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടതാണ് അശ്വമേധം ക്യാമ്പയിൻ. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായി പ്രഖ്യാപിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായി പ്രഖ്യാപിച്ചത് ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയം. ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായി പ്രഖ്യാപിച്ചത്. കേരളത്തെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. കേരളത്തെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് എന്നാണ്? ആൻസർ 2025 നവംബർ 1. 2025 നവംബർ 1 കേരളത്തെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. കുടുംബശ്രീ മാതൃകയിൽ ഭിന്നശേഷിക്കാർക്കായി സർക്കാർ രൂപീകരിക്കുന്ന സ്വയം സഹായ സംഘം. കുടുംബശ്രീ മാതൃകയിൽ ഭിന്നശേഷിക്കാർക്കായി സർക്കാർ രൂപീകരിക്കുന്ന സ്വയം സഹായ സംഘം. ആൻസർ സുശക്തി. സുശക്തിയാണ് കുടുംബശ്രീ മാതൃകയിൽ ഭിന്നശേഷിക്കാർക്കായി സർക്കാർ രൂപീകരിക്കുന്ന സ്വയം സഹായ സംഘം. സർക്കാർ മേഖലയിൽ ആദ്യമായി ന്യൂക്ലിയർ മെഡിസിൻ PG ആരംഭിക്കുന്നത് എവിടെ? സർക്കാർ മേഖലയിൽ ആദ്യമായി ന്യൂക്ലിയർ മെഡിസിൻ PG ആരംഭിക്കുന്നത് എവിടെയാണ്? ആൻസർ കോഴിക്കോട് മെഡിക്കൽ കോളേജ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് സർക്കാർ മേഖലയിൽ ആദ്യമായി ന്യൂക്ലിയർ മെഡിസിൻ PG ആരംഭിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അനലോഗ് ബഹിരാകാശ യാത്രിക. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അനലോഗ് ബഹിരാകാശ യാത്രിക. ആൻസർ ഇനിയ പ്രഗതി. ഇനിയ പ്രഗതിയാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അനലോഗ് ബഹിരാകാശ യാത്രിക. ഇനിയ പ്രകൃതിയുടെ വയസ്സ് 13 വയസ്സാണ് ഇനിയ പ്രകൃതിക്ക്.